സ്തുതിയായിരിക്കട്ടെ. ദീർഘനാളത്തെ യാത്രയ്ക്ക് ശേഷം മടങ്ങിയെത്തിയ ഗുരുവിനെ നോക്കി ശിഷ്യന്മാർ പരസ്പരം പറഞ്ഞു, ഗുരുവിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ഗുരുവിൻ്റെ നോട്ടം, ശൈലികൾ എല്ലാം വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. ചിലർ പറഞ്ഞു, ഗുരു വിളിച്ചപ്പോൾ നാമും പോകേണ്ടതായിരുന്നു. ആശ്ചര്യത്തോടെയും അസ്വസ്ഥതയോടെയും നടക്കുന്ന ശിഷ്യരെ വിളിച്ചുകൂട്ടി ഗുരു അവരുടെ അസ്വസ്ഥതയുടെ കാരണം തിരക്കി. താനും തൻ്റെ യാത്രയുമാണ് അവരുടെ അസ്വസ്ഥതയ്ക്ക് കാരണമെന്ന് മനസ്സിലാക്കിയ ഗുരു ജീവിതത്തിൽ നന്മയുടെ ഫലങ്ങൾ ദർശിക്കാൻ ഓരോരുത്തരും നടത്തേണ്ട യാത്രയുടെ അനിവാര്യതയെ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. അതെ, ഒരു യാത്രയ്ക്കൊടുവിലാണ് ലോകരക്ഷകനായ ക്രിസ്തുവും പിറന്നത്. അവന് ജന്മം നൽകാൻ ബെത്ലഹേമിലേക്കുള്ള ക്ലേശകരമായ യാത്ര ജോസഫും മേരിയും സന്തോഷപൂർവ്വം പൂർത്തിയാക്കി. ഒറ്റപ്പെടലിൻ്റെയും തെറ്റിദ്ധാരണകളുടെയും ചോര പൊടിയുന്ന നൊമ്പരങ്ങളുടെയും എല്ലാം യാത്രയ്ക്കൊടുവിൽ സർവ്വജനതകൾക്കും വേണ്ടി ദൈവമൊരുക്കിയ രക്ഷയുടെ സന്തോഷം കാണാൻ അവർ ഒരുക്കപ്പെട്ടു. ക്രിസ്തുവിൻ്റെ പിറവിക്കായി ഒരുങ്ങുന്ന നാം ഓരോരുത്തരും ഒരു യാത്രയ്ക്ക് തയ്യാറാകണം. നമ്മുടെ സുരക്ഷിതത്വങ്ങളിൽ നിന്ന് അരക്ഷിതത്വത്തിലേക്കുള്ള യാത്ര, സ്വന്തം സ്വാർത്ഥതകളെ താലോലിക്കാനുള്ള വ്യർത്ഥ വിചാരങ്ങളിൽ നിന്ന് ദൈവഹിതം നിർവഹിക്കാനുള്ള മനസ്സിൻ്റെ വിശാലതയിലേക്കുള്ള യാത്ര, അസത്യത്തെ സത്യമായി പ്രഘോഷിക്കാനുള്ള മനസ്സിൻ്റെ പ്രവണതകളിൽ നിന്ന് നിർമ്മല ഹൃദയം രൂപപ്പെടുത്താനുള്ള യാത്ര അത് തുടങ്ങുന്നിടത്തല്ല അവസാനിക്കുന്നത്. ഓരോ യാത്രയും മനുഷ്യരെ കുറെ കൂടെ ഭംഗിയുള്ളവരാക്കും. പ്രിയപ്പെട്ടവരെ, നമുക്കും ചിന്തിക്കാം, നമ്മുടെ യാത്ര എപ്രകാരമായിരിക്കണമെന്ന്. ആത്മപരിശോധന ശ്രേഷ്ഠമായ ജീവിതം നയിക്കാൻ നമ്മെ സഹായിക്കട്ടെ. ആമേൻ.